സുന്ദരി ബാവേ, ആരാണ് എത്താൻ പോകുന്നത്? ആനയെ കണ്ട് കൈത്ത് ആന, വയ ആന, ഡുമ്പു ആന. ഞാൻ അമ്മയ്ക്ക് വഴക്ക് കൊടുക്കട്ടെ. ഹായ് ഗൈസ്, കോട്ടൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് ഞങ്ങളുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 35 കിലോമീറ്റർ ദൂരത്താണ് ഈ സ്ഥലം. 2006 കേരള വനം വകുപ്പ് കോട്ടൂരിൽ ഒരു ആന സങ്കേതം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. 2007 നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ ഉയർന്ന ജലനിരപ്പിൽ ഇത് ആന പുനരധിവാസ കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു. ആ കാലത്ത് ആനകളെയും കാട്ടാനകളെയും അനുയോജ്യമായ ആവാസ വ്യവസ്ഥയിൽ പുനരധിവസിപ്പിക്കുക, പ്രായമായ ആനകളെയും കുട്ടി ആനകളെയും പ്രത്യേകമായി സംരക്ഷിക്കുക, ഗവേഷണം നടത്തുക, വിനോദസഞ്ചാരികൾക്ക് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുക തുടങ്ങിയ ലക്ഷ്യങ്ങളായിരുന്നു വനം വകുപ്പിന് ഉണ്ടായിരുന്നത്. നെയ്യാർ റിസർവോയറിൻ്റെ വെള്ളവും വനങ്ങളും പുൽമേടുകളും നിറഞ്ഞ കോട്ടൂരിലെ ആന പുനരധിവാസ കേന്ദ്രം 56 ഹെക്ടറിലായി വ്യാപിച്ചു കിടക്കുന്നു. വന്യമൃഗങ്ങളെ അകറ്റി നിർത്താൻ കിടങ്ങുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടം. രോഗികളും പരിക്കേറ്റവരുമായ ആനകൾക്ക് ഈ കേന്ദ്രം ഏതാണ്ട് ഒരു അനാഥാലയം അഥവാ വൃദ്ധസദനം പോലെയാണ്. ഒരേ സമയം ഏതാണ്ട് 30 ആനകളെ വരെ സംരക്ഷിക്കുവാൻ ഈ കേന്ദ്രത്തിന് സാധിക്കും. ആനകളെ കുളിപ്പിച്ച് ഭക്ഷണം നൽകുന്ന രാവിലെ 9:30 11:30 ഇടയിലുള്ള സമയമാണ് ഈ കേന്ദ്രം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. കാരണം ആനകളെ കുളിപ്പിച്ച് ഭക്ഷണം നൽകുന്ന സമയമാണിത്. പാപ്പാന്മാർ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് നോക്കി നിൽക്കാനാകും. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത്. ഞങ്ങൾ രാവിലെ 9 മണിക്ക് എത്തിയതുകൊണ്ട് തന്നെ 3 ആന വെള്ളത്തിൽ ഇറങ്ങുന്നതും കളിക്കുന്നതും പാപ്പാന്മാർ തേച്ചൊരച്ച് കുളിപ്പിക്കുന്നതും കാണാൻ സാധിച്ചു. ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും ഭീമൻ സസ്തനികളുടെ പെരുമാറ്റം നിരീക്ഷിക്കാനും പഠിക്കാനും അനുയോജ്യമായ സ്ഥലം എന്ന നിലയിലാണ് ഗവൺമെൻറ് ഈ സെൻറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സെൻറ്റർ ഘട്ടം ഘട്ടമായി പുതിയ ഫെസിലിറ്റീസ് ആഡ് ചെയ്യുന്നുണ്ട്. 2020 ലോകത്തിലെ ഏറ്റവും വലിയ ആന സംരക്ഷണ കേന്ദ്രമായി ഈ സെൻറ്ററിനെ ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് 72 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ ഭാഗമായി പ്രകൃതി സ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കുമായി ഒരു ഗവേഷണ കേന്ദ്രം, പാപ്പാന്മാർക്കുള്ള പരിശീലന കേന്ദ്രം, ആനകൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള ഒരു അടുക്കള, വിവിധ ജലസംഭരണികൾ, കുഞ്ഞു ആനകൾക്കുള്ള പരിശീലന കേന്ദ്രങ്ങൾ, പേപ്പർ നിർമ്മാണ യൂണിറ്റ്, പാപ്പാന്മാർക്ക് അവരുടെ കുടുംബത്തോടൊപ്പം താമസിക്കാനുള്ള സൗകര്യം എന്നിവ ഇവിടെ ഭാവിയിൽ പൂർത്തിയാക്കും. ഈ സൗകര്യങ്ങളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് പൂർത്തിയാക്കുക. ഇതിൻ്റെ ആദ്യ ഘട്ടം 2021 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഈ പ്രോജക്റ്റ് പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രമായി ഇത് മാറും. ഏതാണ്ട് 2 കിലോമീറ്ററോളം ട്രക്കിംഗ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അധികം വെയിലൊന്നുമില്ല, ചുറ്റും മരങ്ങളാൽ നിറഞ്ഞു കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ തണലത്തുകൂടെ നടന്നു വരാം. ആനക്കുളി കണ്ടതിന് ശേഷം ആനകൾക്ക് ഭക്ഷണം നൽകുന്നത് കാണുന്നതിനായി ഞങ്ങൾ പോകുന്നതാണ്. പോകുന്ന വഴിയിൽ മരങ്ങൾക്കിടയിൽ കണ്ട ഊഞ്ഞാലിൽ കുട്ടികൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. മൺഡേ ഹോളിഡേ ആണ്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ആന കുളി കഴിഞ്ഞ് നടന്നു വരുന്ന ഒരു വരവുണ്ടല്ലോ, വല്ലാത്തൊരു ഫീല് തന്നെ. പണ്ട് മുതലേ ആനകൾ ഇന്ത്യയുടെയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും ചരിത്രം, പാരമ്പര്യം, പുരാണങ്ങൾ എന്നിവയുടെ അവിഭാജ്യ ഘടകമാണ്. അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയ ആന നമ്മുടെ അടുത്തൂടി പോകുമ്പോൾ നമ്മൾ അറിയാതെ നോക്കി നിന്നു പോകും. ഈ കാണുന്നതാണ് ആനകൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം, അടുക്കള. വേവിച്ച അരിയും പന്തിൻ്റെ ആകൃതിയിലുള്ള ശർക്കരയും ആനകൾക്ക് ഭക്ഷണമായി നൽകുന്നു. പാപ്പാന്മാർ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അത്. ആനകളുടെ പേര്, അവരുടെ വയസ്സ്, ഈ കേന്ദ്രത്തിൽ എങ്ങനെ എത്തപ്പെട്ടു, അവരുടെ ചരിത്രം തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങളിവിടെ ചോദിച്ചു മനസ്സിലാക്കി. ആനകളെ സംരക്ഷിച്ച് അവയ്ക്ക് സ്വതന്ത്രമായ ജീവിതം നൽകാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ആനകളെ ഇത്രയും അടുത്ത് കാണാൻ പറ്റുന്ന സുന്ദരമായ അനുഭവം നമുക്ക് ലഭിക്കുന്നു. കോട്ടൂർ ആന കേന്ദ്രത്തിൽ ഒരു എക്കോ ഷോപ്പുണ്ട്. പരിസ്ഥിതി സൗഹാർദ്ദമായ നാടൻ രീതിയിൽ നിർമ്മിച്ച പല ഉൽപ്പന്നങ്ങളും, ഹാൻഡ് മെയ്ഡ് ബാഗുകൾ, ബാംബു ഉൽപ്പന്നങ്ങൾ, ആനയെ ആധാരമാക്കി നിർമ്മിച്ച സ്മാരക വസ്തുക്കൾ എന്നിവ ഇവിടെ ലഭ്യമാണ്. ആനകളെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന നല്ലൊരു സ്ഥലമാണിത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.